നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന തർക്ക പ്രശ്നങ്ങളിൽ ശരിയുടെ ഭാഗത്തു നിന്നും സമാധാനത്തിന്റെയും ശാന്തിയുടെയും ദൂതുമായി എത്തി പ്രശ്നം പരിഹരിക്കാൻ പിതാവ് കാണിക്കുന്ന സമീപനം അങ്ങേയറ്റം പ്രശംസനീയമാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് വെൽഫെയർ സൊസൈറ്റിയുടെ മാനവസേവാ പുരസ്കാരം കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് ബാവയ്ക്ക് നൽകിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നതും ഇപ്പോഴും അതിലേറെ ബഹുമാനത്തോടും ആദരവോടുകൂടി കാണുന്ന കാര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന തർക്ക പ്രശ്നങ്ങൾ, ആ തർക്ക പ്രശ്നങ്ങളിൽ ശരിയുടെ ഭാഗത്ത് നിന്ന് സമാധാനത്തിന്റെ ശാന്തിയുടെ ദൂതുമായി എത്തി ഏറെ സമയത്തോടെയും സഹിഷ്ണുതയോടെയും സമീപനത്തോടെയും ആ പ്രശ്നം പരിഹരിക്കാൻ പിതാവെടുക്കുന്ന സമീപനം അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. ഇപ്പോ കേരളത്തിൽ ഏറ്റവും അവസാനമായി നിലനിൽക്കുന്ന പ്രശ്നം പിതാവിനോട് ഞാൻ ഇപ്പോൾ സംസാരിച്ചത് ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും തമ്മിലുള്ള തർക്ക പ്രശ്നങ്ങളാണ്. ആ തർക്ക പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു, പിതാവ് ആത്മാർത്ഥമായി ഇടപെട്ടാൽ ഞങ്ങളും കൂടാ, നമുക്ക് എങ്ങനെയെങ്കിലും പിതാവിനെ വിചാരിച്ച ആ തർക്ക പ്രശ്നങ്ങൾ പരിഹരിച്ച് ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. സഭാ തർക്കങ്ങൾ പോലും അതുപോലെ എത്രയെത്ര പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വരുന്ന വിഷയങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിച്ച് അത് പരിഹരിക്കാൻ പിതാവ് കാണിക്കുന്ന താല്പര്യം. ഒപ്പം തലസ്ഥാന മേഖലയിൽ തന്നെ ഒരുപക്ഷെ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് മതമേലധ്യക്ഷന്മാരിലും എല്ലാ സമുദായവും എല്ലാ സമൂഹവും ഒരേ രൂപത്തിൽ ഒരു മധ്യസ്ഥനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അതിനാദ്യം ഓടിയെത്തുന്ന നാമം കർദിനാൾ നമ്മുടെ അത്തരത്തിൽ ഈ സെന്റർ മാത്രമല്ല, തിരുവനന്തപുരത്തെ മറ്റ് ആശുപത്രിയുടെ കാര്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ അവര് ശുശ്രൂഷ രംഗത്ത് ഏറെ അഭിമാനത്തോടെ ഇത്തരം സങ്കേതങ്ങൾ പടുത്തുയർത്താൻ അഭിനന്ദനായ ബാബാ തിരുമേനിയുടെ കരങ്ങൾ ദീർഘവീക്ഷണങ്ങൾ എല്ലാ അർത്ഥത്തിലും പ്രയോജനത്തിന് ഫലമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ വിവിധ രംഗങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത്, സേവന രംഗത്ത്, സാമൂഹ്യ സേവന രംഗത്ത്, സാംസ്കാരിക രംഗത്ത് എല്ലാം ഒരേ സമയത്ത് ഇടപെടാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ അജപാല ദൗത്യമാണ് പിതാവ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ യേശു ക്രിസ്തുവിൽ നിന്ന് കണ്ടത്. ക്രിസ്തുവിന്റെ തികഞ്ഞ അനുയായി ആയി എല്ലാ പ്രവർത്തനങ്ങളിലും ആ ഭാവനയോടെ, ആ ധാരണയോടെ, ആ മനസ്സോടെ സമീപിക്കുന്ന പിതാവ് കർദിനാളല്ല, നാളുകളിൽ മാർപ്പാപ്പയായി വാഴ്ത്തപ്പെട്ടാലും അതിൽ അതിശയോക്തിയില്ല, അതിന് അർഹതയിലേക്ക് അദ്ദേഹം എത്തുന്നതുമാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അത്രത്തോളം അദ്ദേഹത്തിന് ഇനി സമയമുണ്ട്, അത്രത്തോളം അദ്ദേഹത്തിന്റെ ഭാവന കൊണ്ട്, ധാരണ കൊണ്ട് ലോകം അറിയപ്പെടുന്നു. ആ നിലയിലേക്ക് അദ്ദേഹത്തിന്റെ ഭാവനാസമ്പന്നമായ പ്രവർത്തനത്വത്തിന് വേണ്ടി ദൈവോന്മുക്തയിൽ പ്രവർത്തിക്കുന്നവർ ഒരുമിച്ച് ചേരുമ്പോൾ സാധ്യമാകുന്ന നന്മയാണ്. ഞങ്ങളെല്ലാവരെയും സർവശക്തൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുൻ DGP ജേക്കബ് പുന്നൂസ്, ഫാദർ ജോസ് കല്ലുമാലിക്കൽ, മുരളീധര കൈമൾ, അജിത് കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. 9 മലയാളം ന്യൂസ്, തിരുവല്ല.